ഹായ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി അങ്ങനെ വീണ്ടും 25,000 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ US മാർക്കറ്റിൽ നിന്ന് മികച്ച ഒരു ക്ലോസിംഗ് കിട്ടിയതാണ് നിഫ്റ്റിക്ക് ഇന്ന് മുന്നേറാനായിട്ട് കാരണമായത്. കൂടാതെ തന്നെ IT സ്റ്റോക്കുകളും ഇന്ന് നിഫ്റ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. തിങ്കളാഴ്ചയിലെ ആ ഒരു ലോ കാണാം. ആ ലോയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 376 പോയിന്റ് നിഫ്റ്റി ഉയർന്നു. ഇന്നും ശക്തമായൊരു റാലി രേഖപ്പെടുത്തി 25,100 പോയിരുന്നു. എന്നാൽ അവസാന സമയത്ത് സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 25,052, അതായത് തിങ്കളാഴ്ചയിലെ ലോയിൽ നിന്ന് 376 പോയിന്റ് ഉയർന്നു നിൽക്കുകയാണ് നിഫ്റ്റി. ഡിവിസ് ലാബ്, L&T മൈൻഡ്ട്രീ, ഭാരത് എയർടെൽ, വിപ്രോ, HCL ടെക് തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തി. അതായത് IT കമ്പനീസാണ് ഇന്ന് നിഫ്റ്റിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. HDFC ലൈഫ്, SBI ലൈഫ്, ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് FTSE 100 UK ആണ്, CAC 40 ഫ്രാൻസ് ആണ്, ഡാക്സ് ജർമ്മനാണ്. മൂന്ന് മാർക്കറ്റും ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്നും ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 6% ഇടിഞ്ഞ് 13.3 എന്ന നിലയിലാണ് ഉള്ളത്. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ജപ്പാൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റായ രീതിയിൽ അവസാനിപ്പിച്ച് കൊറിയ, ചൈന, ഓസ്ട്രേലിയ ഇതെല്ലാം തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു മൂവ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. കൂടാതെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് ഗോൾഡ് $2,508 per ounce, ബ്രൻഡൂല് 71, ബിറ്റ്കോയിൻ 57,000 എന്ന നിലയിലാണ് ഉള്ളത്. അതായത് ഒരു നല്ലൊരു റിക്കവറിക്ക് ശേഷം US മാർക്കറ്റ്, US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ മാർക്കറ്റ് ഒരു പ്രത്യേകിച്ച് ഒരു നല്ലൊരു ശക്തമായിട്ടുള്ളൊരു അപ്പൂവ്മെൻറ്റ് ആസ് ഓഫ് നൗ നൽകുന്നില്ല. അതായത് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിരുന്നു. നമ്മുടെ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഇന്നലെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് നടന്ന പ്രധാന മറ്റുള്ള ആക്ഷൻ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് റാലി രേഖപ്പെടുത്തി. ജെഫ്രീസ് എന്ന് പറഞ്ഞ ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ആക്സിസ് ബാങ്കിനെ അപ്ഗ്രേഡ് ചെയ്തു. നമ്മളുടെ ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലുള്ള മന്ത്ലി ഇൻഷുറൻസ് ഡേറ്റ എല്ലാം തന്നെ നെഗറ്റീവ് ആയത് കാരണം HDFC ലൈഫ്, SBI ലൈഫ് തുടങ്ങിയ കമ്പനീസ് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ടോപ്പ് ലൂസേഴ്സ് നമ്മൾ കണ്ടു. മോസ്റ്റ്ലി എല്ലാ കമ്പനീസും ഇൻഷുറൻസ് മേഖലയിലുള്ള ഒരു കമ്പനീസാണ്. ടാറ്റ പവർ ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു സോളാർ സെല്ല് തമിഴ്നാട്ടിൽ തിരുനെൽവേലിയിൽ തുടങ്ങുന്ന ഒരു വിവരം, ആ ഒരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗോപാൽ സ്നാക്സ്, നംകീൻ്റെ എല്ലാം തന്നെ GST കുറച്ചത് ഗോപാൽ സ്നാക്സിന് ഗുണകരമായി. അതുപോലെ തന്നെ അഹ്ലുവാലിയ കോൺട്രാക്ട് കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈസി ട്രിപ്പ് കമ്പനീസ് അവരുടെ പുതിയ അക്വിസിഷൻ, ആ ഒരു ന്യൂസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. മാർക്കറ്റിൽ അതെല്ലാം തന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FISും ഇന്നലെ നമ്മുടെ മാർക്കറ്റിലേക്ക് ബയേഴ്സായിട്ട് തിരിച്ചു വന്നതും DAs ഓൾറെഡി തന്നെ ബൈയിങ് മോഡിലാണ് ഉള്ളതും നിഫ്റ്റിയിൽ ഇന്ന് ഒരു നല്ലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിന് കാരണമായി. കൂടാതെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സും ഇന്ന് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു ഫിനാൻഷ്യൽ നിഫ്റ്റിയിലെല്ലാം തന്നെ ഒരു ആളുകൾ കൂടുതൽ ഷോർട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സിനാരിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ നിഫ്റ്റി ഇന്ന് നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും രാവിലെ ഒരു ഷോർട്ട് കവറിങ് റാലി നമ്മൾ കണ്ടു. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റി നെഗറ്റീവായുള്ള മറ്റൊരു കാരണം ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം തന്നെ മന്ത്ലി റിപ്പോർട്ട് വന്നപ്പോൾ നെഗറ്റീവായ ഒരു ന്യൂസാണ് കാരണം. പക്ഷേ ഓൾ ഓവർ ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിരുന്നു. അത് ഇന്ന് ഷോർട്ട് കവറിങ് റാലിയും കൂടി ഇന്ന് മാർക്കറ്റിൽ കണ്ടതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഐഡിയയായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. കുമാർ മംഗളം ബിർള ഐഡിയയുടെ ഏകദേശം ഒരു 1.86 crores ഷെയറുകൾ ബൈ ചെയ്തതായിട്ടുള്ള ന്യൂസ്. സ്പൈസ് ജെറ്റ് കമ്പനി ഇന്ന് 6% റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് സംബന്ധിച്ചുള്ളൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. TCS ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനിയാണ് ഇന്ത്യയിലെ. അപ്പോൾ അവർ UKയിലുള്ള ഒരു മാൻഷീൽഡ് ബിൽഡിംഗ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് നിതിൻ ഗഡ്കരിയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. സ്ക്രാപ്പ് പോളിസിയെല്ലാം തന്നെ വളരെ വേഗത്തിലാക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് പഴയ വാഹനങ്ങൾ വീണ്ടും ലൈസൻസ് പുതുക്കി ഓടിക്കുക എന്നുള്ളത് അന്തരീക്ഷത്തിന് അത് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ സ്ക്രാപ്പ് പോളിസി കുറച്ചും കൂടിയും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അത് നിലവിലുള്ള പഴയ വാഹനങ്ങൾ റോഡിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതുമാത്രമല്ല പുതിയ വാഹനങ്ങളുടെ സെയിൽസും കൂട്ടുമെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ITA കമ്പനി
300 കോടി രൂപയുടെ ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു എന്ന് പോസിറ്റീവായിട്ട് കമ്പനി റിയാക്ട് ചെയ്തിട്ടുണ്ട്. JSW എനർജി കമ്പനി 600 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു വിൻഡ് സോളാർ ഹൈബ്രിഡ് പ്രൊജക്റ്റ് മഹാരാഷ്ട്രയിൽ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. RBL ബാങ്ക് ഇവരുടെ ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോ 12% അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ IRDA കമ്പനി അവർക്ക് SCBൻ്റെ ഭാഗത്തു നിന്നും JMR എനർജിയുടെ ഭാഗത്തു നിന്നും ഒരു പുതിയ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. റിലയൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് ഗലീൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് റിലയൻസ് ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് കമ്പനി 30 ഏക്കർ ലാൻഡാണ് അവർ അക്യൂർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 28,000 കോടി രൂപ മുടക്കി അവരുടെ ഒരു പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കമ്പനി ആലോചിക്കുന്നുണ്ട് ഈ ഒരു ലാൻഡിൽ. STIL കമ്പനി ഇവർ 10 കോടി രൂപ മുടക്കി മുംബൈയിൽ ഏകദേശം ഒരു 10 ഏക്കറാണ് 10 ഏക്കർ ലാൻഡ് മുംബൈയിൽ അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. 14,000 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനിക്ക് ഇന്ത്യൻ നേവിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. ഗുൽഷൻ പോളീസ് കമ്പനി 42 കോടി രൂപയുടെ ഓർഡർ കിട്ടി. STVN കമ്പനി നേപ്പാളിൽ അവർ പുതിയൊരു ഹൈഡ്രോളിക് പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. L&T കമ്പനി IBM ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് സെമി കണ്ടക്ടർ ടെക്നോളജി ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സെർവോടെക് പവർ കമ്പനി ഇവർ EV ചാർജിങ് സ്റ്റേഷൻസ് ചെയ്യാനായിട്ട് പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ITI കമ്പനിക്ക് 300 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അത് റിപ്പീറ്റഡ് ന്യൂസാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകൾ. ഇനി നമ്മുടെ ഒരു ടെലിഗ്രാം ചാനൽ ലിങ്കും കൂടാതെ തന്നെ നമ്മളുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡിയിലുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാം. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് എക്സ്പയറി ആണല്ലോ. പൊതുവെ ആളുകൾ കോൾ സൈഡ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 51,500 കോൾ അഡീഷൻ കാണുന്നുണ്ട്. ഈവൻ അറ്റ് ദ മണി ആയിട്ടുള്ള 51,272 കോൾ അഡീഷൻ കാണുന്നുണ്ട്. എങ്കിലും 51,000 പുട്ട് അഡീഷൻ വർദ്ധിച്ചു. 50,500 ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അഡീഷണൽ പുട്ട് റൈറ്റിംഗ് കൂടുതലുള്ളത്. 53,000 കോൾ റൈറ്റിംഗ് ഉണ്ട്, 52,000 കോൾ റൈറ്റിംഗ് ഉണ്ട്. പൊതുവേ ആളുകൾ കോള് കൂടുതൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് അത്ര പോസിറ്റീവായ രീതിയിലേക്ക് വന്നിട്ടില്ല. കാരണം ഓൾറെഡി തന്നെ ഗെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, ഇന്ത്യയുടെ WP ഡേറ്റ വരുന്നുണ്ട്, US ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താകുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായ രീതിയിൽ നിക്ഷേപകർക്ക് ഉണ്ടാവും. അതിൻ്റെ എല്ലാം തന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റിന് ശേഷം ഇനി മറ്റൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു ഈവൻ്റൊക്കെ വരാനായിട്ടാണ്. ആ ഒരു ഈവൻറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇപ്പോൾ മാർക്കറ്റ് കാത്തിരിക്കുന്നത്. അപ്പോൾ എനിവേ നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് അത്ര വലിയ ഗംഭീര പ്രകടനം നടത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ഇന്ത്യൻ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് നിഫ്റ്റി 25,000 മുകളിൽ തിരിച്ചെത്തിയതും 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും 25,000 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനും പറ്റി എന്നുള്ള ഒരു ഘടകമാണ് ഉള്ളത്. അത് മാത്രമല്ല, ഈ ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ടായിട്ട് പോലും നിഫ്റ്റി അത്ര ഒരു നെഗറ്റിവിറ്റി ഒന്നും കാണിച്ചില്ല. അത് മാത്രമല്ല, നല്ലൊരു പോസിറ്റീവായ രീതിയിലും റിയാക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റിൽ എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.